ഉത്സവകാലമാണ്. നമ്മൾ നാട്ടിൽ നോക്കിയാൽ ഒട്ടുമിക്ക അമ്പലങ്ങളിലും ഈ മീനം മേടം മാസങ്ങളിൽ വേല, പൂരം, ആഘോഷങ്ങൾ എല്ലാം നല്ല തകൃതിയായിട്ട് കാണാം. നല്ല ചൂടുകാലവുമാണ്. എന്നാലും പൊള്ളുന്ന ചൂടിലും നമുക്കൊക്കെ വലിയ സന്തോഷമാണ് ഉത്സവം കൂടെ. ഉത്സവം എന്ന് പറയുമ്പോൾ അത് പല വിധത്തിലുണ്ട്. ആഘോഷപ്രധാനമാണ് ഉത്സവം. കൂടുതലും നമുക്ക് പ്രത്യേകിച്ചും പുതുതലമുറയ്ക്ക്, കുട്ടികൾക്ക്, യുവാക്കൾക്കൊക്കെ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൻ്റെ ആഘോഷങ്ങൾ, രസങ്ങൾ, ആന, പൂരം, മേളം, അതിൻ്റെ അലങ്കാരങ്ങൾ, ആ ഒരു ഫെസ്റ്റീവ് മൂഡാണ് ഏറ്റവും പ്രിയം. അതിനോട് ചേർന്ന് നിൽക്കുന്ന അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതിനോടൊപ്പം അതിനൊരു ആത്മീയ വശം കൂടിയുണ്ട്. ക്ഷേത്രങ്ങൾ, ദേവാലയങ്ങൾ ഈ ആത്മീയമായിട്ടുള്ള നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ദൈവവുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആകുന്ന, ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഒരു ബോധ്യത്തെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ ചൈതന്യത്തെ ഉണർത്തുന്നതാണ് ക്ഷേത്രങ്ങൾ. ഒരു ക്ഷേത്രം ആ നാടിന് ചുറ്റുമുള്ള ജനവിഭാഗത്തിന്, ജനജീവിതത്തിന് ഏറ്റവും കൂടുതൽ നന്മയുടെ നിറവ് നൽകുന്ന ഒരിടം കൂടിയാണ്. അത്തരത്തിൽ നോക്കിയാൽ നമ്മുടെ ഈ ക്ഷേത്രം, മൂന്നിലെ മഹാവിഷ്ണു ക്ഷേത്രം, പ്രശാന്ത സുന്ദരമായ പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ ഐശ്വര്യവും നിറഞ്ഞതും അത് ജനഹൃദയങ്ങളിൽ നിറയ്ക്കുന്നതുമാണ്. ഞാനിന്ന് ഇവിടെ ഈ പ്രോഗ്രാമിൻ്റെ നോട്ടീസ് എടുത്ത് നോക്കുകയായിരുന്നു. നോട്ടീസ് മറച്ചു നോക്കുമ്പോൾ ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്ന നട തുറക്കൽ, വിശേഷാൽ പൂജ, നിറമാല, ദീപാരാധന, പ്രത്യേക ദിവസങ്ങളിൽ ചില പുഷ്പ അലങ്കാരങ്ങൾ, പിന്നെ അങ്ങോട്ട് പോകും തോറും നാടൻ പാട്ട് തുടങ്ങിയിട്ടുള്ള കലാരൂപങ്ങൾ, ഇന്ന് ഇവിടെ അരങ്ങേറാൻ പോകുന്ന കലാപരിപാടികൾ, ആ കലാപരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ചെണ്ടമേളം, പഞ്ചവാദ്യം തുടങ്ങി വിപുലമായ പരിപാടികളും കരിമരുന്ന് പ്രയോഗവും അടക്കമുണ്ട്. എല്ലാം വേണം. ഇതൊക്കെ ചേർന്നതാണ് ഉത്സവം. ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആളുകൾക്ക് ഇതിനോട് അണിചേരാൻ പറ്റുക. ഒപ്പം ആ നോട്ടീസിൽ എൻ്റെ ശ്രദ്ധ ക്ഷണിച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഒട്ടുമിക്ക ദിവസങ്ങളിലും വൈകിട്ട് 6 മണിക്ക് നാമജപം എന്ന് എഴുതി കണ്ടു. സന്ധ്യയ്ക്ക് നാമജപം കൂടി ഉണ്ട് എന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന പ്രശംസനീയമായൊരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, നമ്മൾ ഈ അമ്പലത്തിൽ വരുന്നു, മഹാവിഷ്ണു ക്ഷേത്രം, നരസിംഹമൂർത്തിയുടെ ചൈതന്യമുള്ള ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമേകുന്ന അമ്പലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഇരിക്കുന്ന കുട്ടികളോടൊന്ന് വിളിച്ച്, ആരാണ് നരസിംഹമൂർത്തി, ആരാണ് പ്രഹ്ലാദൻ, ആരാണ് ഹിരണ്യകശിപു എന്നൊന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ പറയുമോ? നിങ്ങൾ പറയുമോ? പറഞ്ഞാൽ നല്ല കാര്യം, ഉണ്ടെങ്കിൽ അപൂർവമായിരിക്കാമെന്ന് തോന്നുന്നു. ഒന്ന് വന്ന് പ്രഹ്ലാദൻ്റെ കഥ ഇവിടെ നിന്ന് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്പലത്തിലൊക്കെ പോയി ഭജനയൊക്കെ ചൊല്ലി ചില കഥകളും ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് കുറച്ചുകൂടിയൊക്കെ അത്തരത്തിൽ പറയാനുള്ള ഒരറിവ് മുതിർന്നവരിൽ നിന്നും കിട്ടുമായിരുന്നു. ഇന്ന് സന്ധ്യ നേരത്തെ ഇപ്പോൾ IPL ക്രിക്കറ്റ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സീരിയൽ വെച്ചിട്ടുണ്ടാവും, മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചിരിക്കുന്നുണ്ടാവും എന്നല്ലാതെ നമ്മുടെ മൂർത്തിയുടെ വിശേഷം എന്താണ്? നോക്കൂ, നാരായണീയം എഴുതിയത് മേൽപ്പത്തൂരാണെന്നും, ജ്ഞാനപ്പാൻ എഴുതിയത് പൂന്താനം ആണെന്നും, ഹരിനാമകീർത്തനം എഴുതിയത് തുഞ്ചത്തെഴുത്തച്ഛനാണെന്നും, ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആംകാരമായതിന് താൻ തന്നെ സാക്ഷിയത് എന്ന വരികൾ കേട്ടാൽ ഇത് ഹരിനാമകീർത്തനമാണെന്നും എത്ര കുട്ടികൾക്ക് അറിയാം? എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്? എന്താണ് നമ്മുടെ ഉത്സവം? എന്താണ് നമ്മുടെ ആഘോഷം? എന്താണ് നമ്മുടെ വിശ്വാസം? എന്താണ് നമ്മുടെ ദൈവസമർപ്പണം? നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ അമ്പലത്തിൽ നടയിൽ ഉള്ള വഴിപാട് വിട്ട് പ്രാർത്ഥിച്ച് പോവുക, പിന്നെ കുറച്ച് വെടിക്കെട്ട് പൊടിക്കുക, കുറേ മേളം കൊട്ടുക, അതൊക്കെ വേണം. അത് വേണ്ടെന്നല്ല പറഞ്ഞത്. അടിസ്ഥാനപരമായി വേണ്ട ആത്മീയമായ അംശങ്ങൾ അറിയാതെ എങ്ങനെ മുന്നോട്ട് പോകും? കുട്ടികളോട് ഗണപതിയെ, സരസ്വതിയെ, ഗുരുദേവനെ, ശ്രീരാമനെ, കൃഷ്ണനെ, ശിവനെ, ദേവിയെ, മുരുകനെ, അയ്യപ്പനെ ഒക്കെ ഭജിക്കുന്ന ശ്ലോക രൂപത്തിലുള്ള, ധ്യാന രൂപത്തിലുള്ള നാമങ്ങളോ ഭജനകളോ അറിയുമെന്ന് ചോദിച്ചാൽ അറിയുമോ നമ്മുടെ കുട്ടികൾക്ക്? എങ്ങോട്ടാണിപ്പോൾ? അവർ വളർന്നു വരുമ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കേണ്ടതാണ് അവർ പഠിക്കുന്ന പ്രാർത്ഥനകളും നാമജപങ്ങളും. അത് നൽകുന്നൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ട്, അത് നൽകുന്നൊരു ആത്മീയമായിട്ടുള്ള ബലമുണ്ട്. മുതിർന്നവർ താല്പര്യം കാണിക്കണം. വെറുതെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിത് ആരെയും കുറ്റം പറയുന്നില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ടാവാം. ഞാൻ എൻ്റെ ഒരാഗ്രഹം പറഞ്ഞതാണ്. ചെയ്യുന്നെങ്കിൽ നല്ല കാര്യം നടക്കട്ടെ. അതിൽ കൂടുതൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത്തലിൽ ഗോപികൾ തപ്പിയെടുത്തൊരു ഉത്തമ മുത്താണ് നാരായണ, അല്ലേ അമ്മൂമ്മേ? അതെ. ഭക്തിയാം സിന്ധുവിൻ മധ്യേ വിടർന്നൊരു സച്ചിൻ മലരാണ് നാരായണ.
എന്ന നാമം ജപിച്ച് വളർന്നിട്ടുണ്ട് മുൻ തലമുറകൾ. നാം അറിയാതെ നാവിൽ വന്നാൽ പിന്നെ വിട്ടുപിരിയാത്ത നാരായണ എന്നാണ്. പാപികൾക്കേറ്റം പ്രയാസമായി തീർന്നിടും പാടുവാൻ ഈ നാമം നാരായണ. നമ്മൾ പാപികളല്ല, പുണ്യജന്മങ്ങളാണ്, മനുഷ്യരായി ജനിച്ചവരാണ്, ജീവിക്കുന്നവരാണ്. നാമം ജപിക്കണം. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ശാസ്താംകടവിൽ സദ്ഗമയ എന്ന പേരിൽ സത്സംഗങ്ങൾ നടത്താറുണ്ട്. ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഈ ചെറിയ പ്രായമുള്ള കുട്ടികൾ രാമായണ കഥകൾ, മഹാഭാരതം, ഓരോ പുരാണ കഥകൾ, ശിവരാത്രിയായാൽ ശിവപുരാണങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ അവർക്ക് അറിയാം. അവർ ഈ അടുത്ത് ഒരു നെക്സ്റ്റ് ലെവലിലൊരു രാമായണം ക്വിസ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോയിട്ട് ഞങ്ങളുടെ അവിടുത്തെ കുട്ടികൾക്ക് 1ാം സമ്മാനം കിട്ടി. എനിക്ക് വലിയ സന്തോഷമായി. എല്ലാ ശനിയാഴ്ചകളിലും കോടന്നൂർ ശാസ്താക്ഷേത്രത്തിൽ മുതിർന്നവരും കുട്ടികളൊക്കെ ഇരുന്നുകൊണ്ട് ഭജനയുണ്ട്. വലിയ താളമേളങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ നാമം ജപിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഒരു ആസുരികമായിട്ടുള്ള അവസ്ഥകളുണ്ട് നമുക്ക് ചുറ്റും. നമ്മുടെ കുട്ടികളൊക്കെ ചെറിയ പ്രായം മുതലേ മയക്കുമരുന്ന് അടിമപ്പെട്ട് ക്രിമിനൽ വാസനകളിൽ മുഴുകിയൊക്കെ നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത, രക്ഷിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത മറ്റൊരു തലത്തിലേക്ക് ഈ പുതിയ സാങ്കേതിക വിദ്യകളുടെയും മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ അഡിക്ഷൻ്റെ ഭാഗമായിട്ട് വഴിതെറ്റിപ്പോകുന്നിടത്ത് അവരെ നേർവഴിക്ക് തിരിച്ചുവിടാൻ ഉപകരിക്കുന്നതാകണം ക്ഷേത്രങ്ങൾ, ഉത്സവങ്ങൾ, സത്സംഗങ്ങൾ, നാമജപങ്ങളെല്ലാം. അതിനുള്ള ഒരു തുടക്കം കുറിക്കുന്നത് കൂടിയാകട്ടെ ഈ അവസരം. ഇവിടെ അരങ്ങേറാൻ പോകുന്ന എല്ലാ കലാപരിപാടികൾക്കും ഈ ക്ഷേത്രത്തിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു, വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.